ബൽറാം, ഇതിൽ കോൺഗ്രസ് വഹിക്കുന്ന പങ്ക്, കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 0 സീറ്റ്. അതുപോലെ തുടരുകയാണ്. വോട്ട് വിഹിതത്തിൽ എത്രയാണ് വർധനയുണ്ടായിട്ടുള്ളത് എന്നതിന്റെ കൃത്യമായ കണക്ക് നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത് എങ്ങനെയാണ്? മറ്റൊന്ന്, അതിൽ അവരെ വിമർശിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് കക്ഷികൾ രംഗത്തേക്ക് വരുന്ന നമ്മൾ കണ്ടതിൽ ഏറ്റവും ആദ്യം തന്നെ പ്രതികരണവുമായി എത്തിയത് ഒമർ അബ്ദുള്ളയാണ്. മറ്റ് കക്ഷികളും രംഗത്തേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിന്റെ പ്രതികരണം, പ്രിയങ്ക ഗാന്ധി പറയുന്നത് പാഠം പഠിക്കാനുണ്ട്, നിലവിലെ ഭരണത്തിൽ ജനങ്ങൾ അസംതൃപ്തരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത് എന്ന് പറയുമ്പോഴും അവിടെ BJPക്ക് വലിയൊരു വിജയം ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട് അവരുടെ സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്ന്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇന്ത്യ സഖ്യവുമായി ബന്ധപ്പെട്ട് ഇനി തുടർ നീക്കങ്ങൾ ഉണ്ടാവുക? അനുജ, ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് അത് ഇന്ത്യ സഖ്യത്തെ ബാധിക്കും എന്ന് ഉറപ്പാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ വ്യക്തമായതാണ്. ഈ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിലെ വലിയ പാർട്ടി കോൺഗ്രസ് ആണ്. അതിന്റെ മുഖമാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം തന്നെ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, ആം ആദ്മി പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതേസമയം മറ്റ് സഖ്യകക്ഷികൾ, ഇന്ത്യ സഖ്യത്തിലെ മറ്റ് സഖ്യകക്ഷികൾ, അത് തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ശിവസേന, NCP അടക്കമുള്ള പാർട്ടികൾ, അവരുടെ നേതാക്കൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി പ്രചരണത്തിനായി എത്തുന്ന സാഹചര്യവും ഡൽഹിയിൽ നമ്മൾ കണ്ടു. ഇത് തന്നെ ഇന്ത്യ സഖ്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ പരസ്യമായി സഖ്യത്തിൽ ഒരാളെ വിമർശിച്ചതിലൂടെ അവരുടെ BJPയുടെ മുഖ്യ എതിരാളിയുടെ വിജയത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു എന്ന പഴി കോൺഗ്രസിന് കേൾക്കേണ്ടി വരും. അത് അടുത്ത ഇന്ത്യ സഖ്യ യോഗത്തിൽ ഉൾപ്പെടെ അത് ഉയരും എന്നുറപ്പാണ്. ഇന്ത്യ സഖ്യത്തിന്റെ കെട്ടുറപ്പിനെ പോലും വലിയൊരു പരിധിവരെ അത് ബാധിക്കും. കാരണം ഈ സഖ്യത്തെ, മമതാ ബാനർജിയെ സഖ്യവുമായി ചേർത്ത് നിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന ഒരു നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ. ഒപ്പം ഈ ഡൽഹിയിലെ പരാജയത്തോടു കൂടി തന്നെ ആം ആദ്മി പാർട്ടിക്ക് ഇന്ത്യ സഖ്യത്തിൽ കാര്യമായ ശബ്ദം ഇല്ലാതെ പോകും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം തന്നെ കോൺഗ്രസ് മറുപടി പറയേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഡൽഹിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഒരുക്കിയതിലൂടെ മാത്രമല്ല, നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസ് പലപ്പോഴും 3ാം സ്ഥാനത്തേക്ക് ആണെങ്കിൽ പോലും അതിലും വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളൂ. അത് BJP സ്ഥാനാർത്ഥികൾ വിജയിച്ച മാർജിനേക്കാൾ കുറവ് വോട്ടുകളാണ് കോൺഗ്രസിന് ലഭിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും പ്രതിച്ഛായ തകരുന്നതിൽ രാഹുൽ ഗാന്ധിയുടെ വിമർശനം അത് വലിയൊരു പരിധിവരെ ബാധിച്ചിട്ടുണ്ട്, ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. 1-2 സീറ്റുകളിൽ മാത്രമാണ് ഇത്തരത്തിൽ കോൺഗ്രസിന് ലഭിച്ച വോട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് BJP സ്ഥാനാർത്ഥികളെ മറികടക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളത്. എന്തായാലും അന്തിമ വോട്ട് നില ഇപ്പോൾ ലഭ്യമല്ല. ഇപ്പോഴും പല മണ്ഡലങ്ങളിലും 1-2 റൗണ്ട് വോട്ടെണ്ണൽ കൂടി പൂർത്തിയാകാനുണ്ട്. അതിന് ശേഷം മാത്രമായിരിക്കും ഈ വോട്ട് ശതമാനം സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുക. നിലവിൽ സ്ഥിതി പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് ഈ തിരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കാൻ, ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതേസമയം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമായ മണ്ഡലങ്ങളിൽ വോട്ടുകൾ ഭിന്നിക്കാൻ കോൺഗ്രസിന്റെ സാന്നിധ്യം ഇടയാക്കിയിരിക്കുന്നു. അത് BJPക്ക് നേട്ടമായി ചില മണ്ഡലങ്ങളിൽ മാറിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങുകയും അരവിന്ദ് കെജ്രിവാളിനെ അഴിമതിയുടെ പേരിൽ ആക്ഷേപിക്കുകയും ചെയ്തത് അത് BJPക്ക് അനുകൂലമായി വോട്ടർമാരിൽ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചു എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. ഇത് ഇന്ത്യ സഖ്യത്തെ വലിയ തോതിൽ തന്നെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതെ, അതുകൊണ്ട് കോൺഗ്രസിന് കാര്യമായ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും കൂടിയാണ്. കോൺഗ്രസ് പാഠമാണ് കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്നാണ് അല്പസമയം മുൻപ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്.